അപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇത് കാണുമ്പോഴാണ് നമ്മുടെ ഈ സാധാരണ നമ്മൾ ദിവസം കഴിക്കുന്ന ഒരു ഫുഡാണല്ലോ ഇത് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ സിറ്റി ഹെറിറ്റേജിന് എൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം കുറേ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളത് ഒരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. പുറത്തുനിന്ന് വരുമ്പോഴാണ് ഇത്ര അധികം വെറൈറ്റിയും ഇത്ര അധികം എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത്രമാത്രം ടേസ്റ്റും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഉണ്ടാക്കി സ്നേഹത്തോടെ വിളമ്പി കൊടുക്കുമ്പോഴാണ് ആ ഫുഡിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. നമ്മൾ കുക്ക് ചെയ്തിട്ട് നമ്മൾ കഴിക്കും, മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മൾ പുറത്തുനിന്ന് എത്ര വാങ്ങിക്കൊടുത്താലും ആ ഒരു സന്തോഷം കിട്ടൂലല്ലോ. പാചകം ചെറുതിലേ ഇഷ്ടമായിരുന്നു. പിന്നെ 10-30 വർഷത്തിന് മുകളിലായി ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു പാഷനായിട്ടാണ് ഞാൻ എടുത്തത്. നമുക്ക് പരിചയമില്ലാത്ത നമുക്കറിയാത്ത കുറേ പേര് വരുന്നുണ്ട്. നമ്മുടെ ഫുഡിന്റെ ടേസ്റ്റ് കുറേ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. കഴിച്ചു കഴിഞ്ഞാലും കുറേ കാര്യങ്ങൾ നമുക്ക് പറയും. അതൊക്കെ കേൾക്കുമ്പം ഇനിയും നമുക്ക് ആ ഒരു കുറെ കൂടി നല്ല രീതിയിൽ ചെയ്യണമെന്ന് ഒരുപാട് താല്പര്യമുണ്ട്. ഉപ്പ നല്ല ഷെഫായിരുന്നു. അപ്പൊ ഉപ്പയിലൂടെയാണ് ഞാൻ പാചകം പഠിക്കുന്നത്. ഉപ്പയാണ് എൻ്റെ എഴുത്തിലും എൻ്റെ പാചകത്തിലും എൻ്റെ എല്ലാത്തിലും ആ ഒരു ഇൻസ്പിറേഷൻ. ഇത്രത്തോളം എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. കണ്ണൂരിൻ്റെ തനത് ട്രഡീഷണൽ എല്ലാ ഫുഡും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സിറ്റി ഹെറിറ്റേജിൻ്റെ ഗസ്റ്റുകളായിട്ട് വരുന്ന കുറേ പേര് നമ്മുടെ കേരളം കാണാനും ആസ്വദിക്കാനും വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മളെ ഫുഡ് കഴിക്കാനും കൂടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരെ എത്തിക്കാൻ കഴിഞ്ഞു സിറ്റി ഹെറിറ്റേജിന്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറേ ആൾക്കാർക്ക് നമ്മുടെ ഫുഡ് അവരിലേക്ക് എത്തിക്കാനും പറ്റി. അതുകൊണ്ട് ഒരുപാട് സന്തോഷമാണ്. എല്ലാവരുടെയും സപ്പോർട്ടാണ്. ഫാമിലി, ഹസ്ബൻഡും മക്കളും ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതേപോലെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്.